ഇരവികുളം ദേശീയോദ്യാനത്തിലെ അനധികൃത നിയമനങ്ങളും അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് കമ്മിറ്റി ഈ മാസം 19-ന് ഇരവികുളം ദേശീയോദ്യാനം ഉപരോധിക്കും. കോടികൾ വരുമാനമുള്ള ഇരവികുളം ദേശീയോദ്യാനത്തിൽ വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ക്രമക്കേട് നടത്തുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് സമരപ്രഖ്യാപനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ അനധികൃത നിയമനങ്ങളും അഴിമതിയും നടക്കുന്നുവെന്നാണ് കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആരോപണം. കോടികൾ വരുമാനമുള്ള ഇരവികുളം ദേശീയോദ്യാനത്തിൽ വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ക്രമക്കേട് നടത്തുന്നു. ദേശീയോദ്യാനത്തിൽപ്പെട്ട രാജമലയിലും ലക്കത്തും ഇടതുപക്ഷ പ്രവർത്തകരെ മാത്രമാണ് ജോലിക്കായി നിയമിക്കുന്നത്. രാജമലയിൽ പാർട്ടി ഗ്രാമമുണ്ടാക്കാൻ ശ്രമം നടക്കുകയാണ്. ഇത്തരം ആരോപണങ്ങൾ ഉയർത്തിയാണ് ഈ മാസം 19-ന് കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് കമ്മിറ്റി ഇരവികുളം ദേശീയോദ്യാനം ഉപരോധിക്കാനൊരുങ്ങുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന എന്ന പേരിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടക്കുന്നതല്ലാതെ വികസന പ്രവർത്തനം അവിടെ നടക്കുന്നില്ല. അപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ നിയമനം സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് അമർഷമുണ്ട്. അവിടെ ഒരു ഇടതുപക്ഷ ആളുകളെ മാത്രം ജോലിക്ക് കയറ്റിക്കൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഒരു പാർട്ടി ഗ്രാമമായി രാജമലയെയും ലക്കം വാഴ്സനെയും മാറ്റാനുള്ള ഗൂഢശ്രമമാണ് വൈൽഡ് ലൈഫ് വാർഡിൻ്റെ ഭാഗത്തു നിന്നും റേഞ്ച് ഓഫീസറുടെ ഭാഗത്തു നിന്നും മറ്റു ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും വരുന്നത്. അവിടെ ഇടതുപക്ഷ പാർട്ടികൾക്ക് ചൊൽപ്പടി കേട്ടുകൊണ്ട് ചില ആളുകളെ, അർഹതയില്ലാത്ത ആളുകളെ, ഉദാഹരണത്തിന് കമ്പനിയിൽ നിന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ആളുകളെ വരെ, പ്രായം കൂടിയ ആളുകളെ വരെ പണിക്ക് കയറ്റി തിരികെ കയറ്റുക. യഥാർത്ഥത്തിൽ ജോലിയില്ലാത്ത എത്രയോ ചെറുപ്പക്കാർ ഈ നാട്ടിൽ ഇവിടെ തന്നെ ഈ മൂന്നാറിനെയും ആ പ്രദേശം ഉൾപ്പെടെയുള്ള രാജമലയിൽ പണിയെടുക്കുന്ന എത്രയോ ആളുകൾ അവിടെ ഉണ്ട്. അവരെയെല്ലാം പരിഗണിക്കാതെ കമ്പനിയിലും മറ്റു സ്ഥലങ്ങളിലെല്ലാം അച്ചടക്ക നടപടി സ്വീകരിച്ചു വരുന്ന ആളുകളെ ഇതിനകത്ത് കൊണ്ടുവന്ന് ജോലി കൊടുക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് വൈൽഡ് ലൈഫ് വാർഡൻ വ്യക്തമാക്കും. പാർക്കിംഗ് ഇല്ലാത്തതുമൂലം മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലാണ് സഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഇത് ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. രാജമലയിൽ പ്രധാന റോഡിൽ ഇനി മുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ലെന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ തടയുമെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 19-ന് ഉച്ചകഴിഞ്ഞ് 2-ന് സമരം നടക്കുമെന്നും DCC ജനറൽ സെക്രട്ടറി G മുനിയാണ്ടി, ബ്ലോക്ക് പ്രസിഡന്റ് S വിജയകുമാർ, വൈസ് പ്രസിഡന്റ് A ആൻഡ്രൂസ്, മണ്ഡലം പ്രസിഡന്റ് C നെൽസൺ എന്നിവർ വ്യക്തമാക്കി.